വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് 7ാം ക്ലാസ് കേരള സിലബസിൻ്റെ ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആവുന്നങ്ങളെ. ഇതിൻ്റെ 1ഉം 2ഉം ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അഥവാ ഇത് ഫസ്റ്റ് കാണുന്നവർക്ക് ഞാൻ ഈ നോട്ട് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. കാരണം നമ്മുടെ ഫസ്റ്റ് ലിങ്കിൽ ഓൾറെഡി ഇതെല്ലാം നല്ല രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അതായത് ട്രയാങ്കിൾ ആണെന്നും ട്രയാങ്കിൾ എന്താണെന്നും ട്രയാങ്കിളിൻ്റെ 3 സൈഡുകളുണ്ടെന്നും 3 ആംഗിളുകളുണ്ടെന്നും ടൈപ്പ് ട്രയാങ്കിളിൻ്റെ സൈഡുകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്നും, അതായത് ഐസോസെലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡ് ഒരേപോലെ വരുന്നത്, പിന്നെ ഈക്വലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സൈഡും ഒരേപോലെ വരുന്നത് കേട്ടോ. ഇതൊക്കെ വിശദമായിട്ട് മറ്റേ ലിങ്കിൽ പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 രീതിയിൽ ഇരിക്കുന്നത് കേട്ടോ. ഇനി അവിടെ ആംഗിളുകളുടെ അടിസ്ഥാനത്തിലും 3ആയിട്ട് തിരിച്ചിട്ടുണ്ട് എന്താ കുഞ്ഞുങ്ങളെ. അതായത് 90 ഡിഗ്രിയിൽ കുറവായിരിക്കും ഇതിനകത്തെ കണ്ടോ. ഈ അകത്തെ മെഷറിൽ എപ്പോഴും 90 ഡിഗ്രിയിൽ കുറവായിരിക്കും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, ഏതെങ്കിലും ഒരു വശം എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. എന്താ 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ ആണ് 90 ഡിഗ്രി ആയിരിക്കും. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സൈഡ് എന്തായിരിക്കും 120 ഡിഗ്രി ആയിരിക്കും കേട്ടോ. അതൊക്കെ അറിയാമല്ലോ. അതെല്ലാം ഞാൻ കഴിഞ്ഞ ലിങ്കിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പിക്ചർ വരയ്ക്കുന്നതാണ്. ഇത് നല്ല രീതിയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ടെസ്റ്റിൽ 3 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുന്ന കുഞ്ഞുങ്ങളെ. അപ്പം ഞാൻ നിങ്ങളെ ഇത് 3 സെൻറ്റിമീറ്റർ എടുക്കുമ്പം ചെറിയ പടമായതുകൊണ്ട് നിങ്ങൾക്കത് കാണാൻ എന്ന് വെച്ചാൽ നമ്മൾ ഫോണിൽ കൂടെ അല്ലേ കാണുന്നത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇരട്ടി വെച്ച് 6 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ആ ലിങ്ക് കയറി ഒന്ന് കാണണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അതുപോലെ തന്നെ ഈ ചിത്രങ്ങളൊക്കെ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് വേണ്ടേ എല്ലാം പറയുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അത്രയും സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ട. 3 വശങ്ങൾ, അതായത് 3ഉം ഡിഫറൻറ്റ് രീതിയിലുള്ള സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ വരയ്ക്കും? മിക്കവാറും ഉള്ളവർക്കൊന്നും ഇപ്പോഴും അത് ഡൗട്ട് ഉണ്ടോ കുഞ്ഞുങ്ങളെ. ഏതെങ്കിലും ഒരു സൈഡ് ഫസ്റ്റിൽ വെക്കുക കേട്ടോ. ഒന്നുകിൽ നമ്മൾ 3 സൈഡോ, എന്നിട്ട് ഇവിടെ 3 കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ താഴ്വശം ബേസ് 3 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ എന്നിങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വെക്കുക. ഇനി മറ്റേ 2 സൈഡ് വരയ്ക്കുന്നത് എന്താണ്? നമ്മൾ കോമ്പസും പെൻസിലും ഉപയോഗിച്ചിട്ട് വേണം. ഇനി ഈ വശം 5 ആണെങ്കിൽ കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ സ്കെയിലിൽ അളന്നെടുത്തിട്ട് വേണം. ഇവിടെ 5, ഇവിടെ 6. അതുപോലെ തന്നെ ബാക്കി ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് വേണം, കോമ്പസ് കേട്ടോ, കോമ്പസ് ഉപയോഗിച്ചിട്ട് വേണം ഇത് വരയ്ക്കാൻ കേട്ടോ. ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ഞാൻ പറഞ്ഞതാണ്. ഇനി അത്രയും നമ്മൾ പറഞ്ഞ് അതുപോലെ ഇത് വരയ്ക്കുന്നതൊക്കെ കേട്ടോ. 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് അതിൻ്റെ നേർ പകുതിയായ 3 സെൻറ്റിമീറ്റർ ഈ പറഞ്ഞതുപോലെ കോമ്പസിൽ എടുത്തിട്ട് സ്കെയിലിൽ മെഷർ എടുത്തിട്ട് 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട്, 3 സെൻറ്റിമീറ്റർ ഇവിടെ 3, ഇവിടെ 3, താപ്പോട്ടും അതേപോലെ കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണണ്ടേ കുഞ്ഞുങ്ങളെ, കാണാതെ ഇതൊന്നും നടക്കത്തില്ല കേട്ടോ. ഇതെല്ലാം ബോട്ട് പോലുള്ള പാടം, ബോട്ട് കണ്ടില്ലോ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നത്. ഇതുവരെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ ലിങ്കിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പിക്ചർ ഞാൻ കളർ ചെയ്ത് നിങ്ങളെ അതും കാണിച്ചതാണ് കേട്ടോ. ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതൊക്കെ എന്തുവാന്ന് വിചാരിക്കും. അപ്പോൾ ബീനാസ് ലേണിംഗ് ക്ലാസ്, അതായത് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാനലിൻ്റെ 1ഉം 2ഉം പിന്നെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ട്രയാങ്കിൾ എന്ന് പറയുന്ന 2 ഞാൻ ട്രയാങ്കിൾ എന്നാണ് പാർട്ട് 1 2 ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ നിങ്ങൾ ആ 2ൽ ഏതെങ്കിലും ഒന്നെടുത്ത് കണ്ടാലും മതി. അതിനകത്ത് തന്നെ 2ഉം വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് അതിൻ്റെ ബാക്കി നോക്കാം കുഞ്ഞുങ്ങളെ. നമ്മളപ്പോൾ ആ ബോട്ട് പോലിരിക്കുന്ന ആ പടം വരെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നോ അത്? ഈ ഇവിടെ വരെ ഉള്ളതായിരുന്നു നമ്മൾ ചെയ്തത്. പിന്നെ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ആ മുമ്പ് കാണിച്ചില്ലേ, അതായത് ഏതെങ്കിലും ഒരു വശം 4 സെൻറ്റിമീറ്റർ, പിന്നെ നമ്മൾ കോമ്പസിൽ മെഷർ എടുത്തിട്ട് ഇങ്ങോട്ട് 3 ഇങ്ങോട്ട് 6 വെച്ച്, അതായത് ഈ പടത്തിനെ നമ്മൾ സെപ്പറേറ്റ് മാറ്റി ചെയ്താൽ ഇങ്ങനെ വരും കേട്ടോ. അതൊക്കെ ചെയ്ത് നോക്കണേ. മാത്സ് ചെയ്താണേ നോക്കുന്നത്, അല്ലാതെ നോക്കിയിരുന്നല്ല. ഇത് പലതവണ നമ്മളെല്ലാവരും പറയുന്നതാണെങ്കിലും ഒന്നുകൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത നമുക്ക് മെയിൻ കാര്യത്തിലോട്ട് കയറാമെങ്കിലേ. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിക്ചർ കാണുന്നുണ്ടോ നിങ്ങൾ? നോക്കിക്കേ, ഇതിനകത്തിലെ പ്രത്യേകത ഇത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണം കേട്ടോ. ഇനി നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന നോക്കൂ നിങ്ങളെ. ലാർജസ്റ്റ് സൈഡാണ് ഈ താഴെ തന്നിരിക്കുന്നത്. എന്താണ്? ലാർജസ്റ്റ് സൈഡാണ് അല്ലെങ്കിൽ വശമാണ്. മനസ്സിലാവുന്നുണ്ടോ? ലാർജസ്റ്റ് വശം അല്ലെങ്കിൽ സൈഡ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? കാരണം നമ്മുടെ ഓരോരുത്തരുടെയും സംസാര രീതി ഓരോ രീതിയിലല്ലേ. അപ്പം ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയട്ടോ. കാരണം ഈ ഓരോരുത്തരും ഓരോ രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് എല്ലാം ഒന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പം നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നെങ്കിൽ ഒന്ന് പറയണേ. നോക്കൂ ഞങ്ങളെ, ഇതിൻ്റെ ബേസ് അല്ലെങ്കിൽ അടിവശം അല്ലെങ്കിൽ താഴ്വശം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. അപ്പോൾ അത് ഏറ്റവും വലുതാണ്
കേട്ടോ. ആ വലിയ വശത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആംഗിൾ ആയിരിക്കും എന്താ ഏറ്റവും വലിയ ആംഗിൾ. ഇപ്പം പിടികിട്ടിയോ? എന്താണ് ഏറ്റവും വലിയ വശത്തിൻ്റെ ഓപ്പോസിറ്റ് കാണാൻ നിങ്ങൾക്കറിയാമല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതായിരിക്കും ഏറ്റവും വലിയ ആംഗിൾ. ഇപ്പം പിടികിട്ടിയോ? ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡ്, ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ഏറ്റവും വലിയ ആംഗിളാണ്. ഇനി രണ്ടാമത് മീഡിയം ആണല്ലോ, ഏറ്റവും വലുത് അതിൽ ചെറുത് മീഡിയം. മീഡിയം നോക്കിക്കേ, മീഡിയം വശം ഇതാണ് അല്ലേ, മീഡിയത്തിൻ്റെ വശം ഇതാണ്. ഈ വശത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആംഗിൾ എന്തായിരിക്കും? എന്താ മീഡിയം ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ഡിഗ്രി ആയില്ല അല്ലേ, അതുപോട്ടെ. അപ്പം മീഡിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താവും നിങ്ങളെ ഇതാണ്ട് ഈ മീഡിയം, അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങളങ്ങ് ഓർത്താൽ മതി. മീഡിയത്തിൻ്റെ നേരെ ഈ സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആംഗിൾ വരുന്നത് കേട്ടോ. ഈ മീഡിയത്തിൻ്റെ ഏതാണ് ഇവിടെ? ഇത്. ഇനി ഏറ്റവും ചെറുത് ഏതാവും നിങ്ങളെ? ചെറിയ വശം, ദ സ്മാളസ്റ്റ് വശം ഇതല്ലേ. അപ്പം സ്മാളസ്റ്റ് ആംഗിൾ ഏതായിരിക്കും? ഇതുമായിരിക്കും. ഇപ്പം പിടികിട്ടിയോ? ഉണ്ടോ ഞങ്ങളെ? ഒന്നും കൂടെ ഞാൻ പറയാം, കാരണം നമ്മൾ ഒത്തിരി അങ്ങ് പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായില്ല. കുറച്ചേ പഠിച്ചുള്ളതിനും പഠിക്കുന്നത് വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയല്ലേ. നോക്കൂ ഞങ്ങളെ, ഏറ്റവും വലിയ വശത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് ഏറ്റവും വലിയ ആംഗിൾ. ഇനി അതിൻ്റെ തൊട്ട് താഴെ ഇതിപ്പോൾ 6 ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതാണ്. ഇതിപ്പോൾ 5 എന്ന് വെച്ചാൽ 6നേക്കാൾ ഇച്ചിരി കൂടെ കുറവുള്ള 5, ആ 5ൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ 5 ആയിരിക്കുമെന്ന്. ഇപ്പം പിടികിട്ടിയോ? ഇനി ഏറ്റവും ചെറിയത്, ഏറ്റവും സ്മാളസ്റ്റ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ തന്നെ മലയാളം ഇവിടെ എഴുതി ഇട്ടിട്ടുണ്ട് കേട്ടോ. മലയാളം മീഡിയം ഞാൻ മലയാളത്തിലാണ് പറയുന്നത്. ഇതിൽ കൂടുതലൊന്നും മലയാളത്തിന് ഇനി മാറ്റാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം ഇംഗ്ലീഷിലായി എഴുതി വെച്ചേക്കുന്നതിലും പറയുന്നത് മൊത്തം മലയാളമാണ്. നോക്കൂ ഞങ്ങളെ, ഏറ്റവും ചെറുതിനെയാണ് സ്മാളസ്റ്റ് എന്ന് പറയുന്നത്. ആ സ്മാളസ്റ്റ് സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണ് സ്മാളസ്റ്റ് ആംഗിൾ. ഇപ്പോൾ പിടികിട്ടിയോ? ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ നിങ്ങളൊന്നും ഇതാണ്ട് ഇതിലോട്ട് സൂക്ഷിച്ച് നോക്കിയാൽ മതി. സ്മാളസ്റ്റിൻ്റെ ഇപ്പുറത്ത് സ്മാളസ്റ്റ്, മീഡിയത്തിൻ്റെ ഇപ്പുറത്ത് മീഡിയം, ലാർജിൻ്റെ ഇപ്പുറത്ത് ലാർജ്. ഇപ്പം പിടികിട്ടിയോ? പക്ഷേ ഇതെന്താണ്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്, ഫസ്റ്റ് ലിങ്കിൽ പഠിച്ചതാണ്. ഇത് സൈഡാണ്. ഇതെന്താണ്? സൈഡുകളാണ് അല്ലേ. ട്രയാങ്കിളിന് 3 സൈഡുകളുണ്ട്. ഇത് സൈഡാണ്. അകത്ത് കിടക്കുന്നത് ആംഗിളുകളാണ്. ഇതിനെല്ലാം നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഞാൻ അത്രയും സമയം കളയുന്നില്ല, കാരണം നമുക്ക് ഒത്തിരിയും പഠിക്കാനുണ്ട്. അപ്പോൾ നോക്കൂ നിങ്ങളെ, നമ്മുടെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വം കേട്ടോ പറയുന്നുണ്ട്. എന്താ എന്ന് വെച്ചാൽ അത് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഞാൻ, അതായത് ഒരു തിയറം പറയുന്നത് എന്താണ്, ഈ ഇംഗ്ലീഷ് മീഡിയക്കാർ കേട്ടോണേ കുഞ്ഞുങ്ങളെ. ദ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി തിയറം, ഇക്വാളിറ്റി എന്ന് തന്നെയല്ലേ തിയറം, സ്റ്റേറ്റ്സ് ദാറ്റ് the sum of the length of any two sides of a triangle must be greater than the length of the third side. കേട്ടോ? എന്താണ് ഈ തിയറത്തിൽ എന്താ പറയുന്നത്? ഇവിടെ ഒരു തിയറം പറയുന്നുണ്ട്. എന്താ കുഞ്ഞുങ്ങളെ? സം ഓഫ് ദ ലെങ്ത് ഓഫ് ദ എനി 2 സൈഡ്, ഏതെങ്കിലും 2 സൈഡിൻ്റെ തുക ഓഫ് എ ട്രയാങ്കിളിൻ്റെ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്. കേട്ടോ? എന്തുവാവല്ലോ, മനസ്സിലായോ? അതാ ഇങ്ങനെ നോക്കിയോ നിങ്ങളെ, അതിൻ്റെ മലയാളം: ഏത് ത്രികോണത്തിലും ഏറ്റവും വലിയ വശത്തിൻ്റെ നീളം മറ്റ് 2 വശങ്ങളുടെ നീളങ്ങളുടെ തുകയേക്കാൾ ചെറുതാണ്. എന്തുവാന്നാ വല്ല മനസ്സിലായോ എന്തോ? ഒന്നുകൂടെ പറയാം. ദാണ്ട ഈ ബോക്സിലെ നല്ലപോലെ മലയാളം മീഡിയക്കാർ പഠിക്കുക. മുമ്പ് ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് മീഡിയക്കാരും പഠിക്കുക. അതായത് ഒരു ത്രികോണത്തിൻ്റെ ചെറിയ 2 വശങ്ങളുടെ നീളം കൂട്ടിയാൽ ഏറ്റവും വലിയ വശത്തിൻ്റെ നീളത്തേക്കാൾ കൂടുതലായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. എന്നാലേ ഒരു ട്രയാങ്കിളാണെന്ന് അതിനെ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം പിടികിട്ടിയോ? ഇങ്ങനൊന്നും അല്ല കറക്റ്റ്. നല്ല രീതിയിൽ പഠിപ്പിക്കുന്നത് വേറെ രീതിയിലാണ്. ഇത് നിങ്ങളെ എങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ആ രീതിയിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നല്ല രീതിയിലൊക്കെ നല്ല ടീച്ചർമാർ പഠിപ്പിക്കുന്നുണ്ട്, അത് വേറെ. പക്ഷേ നിങ്ങളെ ഇതെങ്ങനെ അവർ പഠിപ്പിച്ചോട്ടെ. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാവുന്നത് നിങ്ങൾ അത് പഠിച്ചാൽ മതി കുഞ്ഞുങ്ങളെ. കാരണം ഞാൻ പറയുന്നത് നോക്കണം, ഒരു ത്രികോണത്തിൻ്റെ ചെറിയ 2 വശങ്ങളുടെ നീളം കൂട്ടിയാൽ ഏറ്റവും വലിയ വശത്തിൻ്റെ നീളത്തേക്കാൾ കൂടുതലായിരിക്കും. നിങ്ങൾക്കിതിൻ്റെ സംഭവം പറയുമ്പോൾ പിടികിട്ടും. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇത് ഒരു എനിക്ക് എപ്പോഴും റെക്റ്റാങ്കിൾ ട്രയാങ്കിളാണ് അല്ലെങ്കിൽ ത്രികോണമാണ്. ഇതൊരു ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിളാണ് ആണല്ലോ. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇതിൻ്റെ ഏറ്റവും വലിയ വശം ഏതാണ്? 7 അല്ലേ.
എന്താ ഏറ്റവും വലിയ വശം ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ വശം 7 ആണ് അല്ലേ, ലാർജസ്റ്റ് സൈഡ് 7 ആണ്. ചെറിയ രണ്ട് വശങ്ങൾ തങ്ങളിൽ കൂട്ടുമ്പോൾ ഏറ്റവും വലുത് ഇതാണല്ലോ, അപ്പം നമ്മൾ അതിനെ തിരഞ്ഞെടുത്തു. ചെറിയ രണ്ട് വശങ്ങൾ തങ്ങളിൽ കൂട്ടുമ്പോൾ നമ്മുടെ ഈ വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കണമെന്ന്. അതായത് വലിയ വശം 7 ആണല്ലോ, ചെറിയ രണ്ട് വശത്തോടെ കൂട്ടുമ്പോൾ 5ഉം 4ഉം എത്ര കുഞ്ഞുങ്ങളെ 9 വന്നത്. അപ്പം നമുക്ക് എന്താ ഈ വലിയ വശത്തേക്കാൾ കൂടുതൽ വന്നു. അപ്പം നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമെന്ന്. ഇപ്പം പിടികിട്ടിയോ? ഒത്തിരിയും ഇച്ചിരി സ്പീഡിൽ കൂട്ടി പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് പഠിക്കുക. എന്താ ഈ ഒരു ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ വശം നോക്കുക, വലിയ വശം 7 അല്ലേ. ഇനി മറ്റേ ചെറിയ രണ്ട് വശവും കൂടി കൂട്ടുമ്പോൾ ഈ വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കണമെന്നാണ് നമ്മുടെ തത്വം. ഇപ്പം പിടികിട്ടിയോ? മനസ്സിലായോ നിങ്ങളെ? ഒരു എക്സാമ്പിൾ ഞാൻ തരാം, നോക്കിക്കേ. ഇവിടെ നമുക്ക് എന്താ 7 ആണ് തന്നിരിക്കുന്നത്. ഇവിടെ 7 എഴുതിയില്ലയോ? എത്രയോട്ടെ വലിയത് ഇവിടെ 7 അല്ലേ. ചെറിയ രണ്ട് വശം എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന 2, 6ഉം 3ഉം എത്ര 9. അപ്പം ഈ 7നേക്കാൾ വലുതാണ് 9. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമെന്ന്. മനസ്സിലായോ നിങ്ങളെ? ഇല്ലെങ്കിൽ നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കേൾക്കണേ കേട്ടോ, അഥവാ മനസ്സിലായില്ലെങ്കിൽ. ഇനി മനസ്സിലാകാത്തവരാരും കാണത്തില്ല. എന്നാലും നമുക്ക് ഇതിനകത്തിൽ അതിനെക്കുറിച്ചൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നോക്കൂ കുഞ്ഞുങ്ങളെ, താഴെ 7 തന്നിട്ടുണ്ട്, ഇവിടെ 5ഉം 4ഉം തന്നിട്ടുണ്ട്. 5ഉം 4ഉം എത്ര കുഞ്ഞുങ്ങളെ 9. അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആണെന്ന് പറയാം അല്ലേ. ഇവിടെ നോക്കി ഏറ്റവും വലിയ വശം ഏതാ 4.5 ആണല്ലോ. കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ടെസ്റ്റിൽ നോക്കണേ. 4.5 ആണ് ഏറ്റവും വലിയ വശം അല്ലേ. മറ്റേതോ 3.5ഉം 2.5ഉമാണ് മറ്റേ വശം. അപ്പോൾ എത്ര 5 5 10 ശിഷ്ടം 1 3 2 5 1 6 കിട്ടി അല്ലേ. ഇവിടെ അപ്പം അത് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. കാരണം എന്താ 4.5നേക്കാൾ കൂടുതൽ മറ്റേ രണ്ട് വശം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടി. ആണോ കുഞ്ഞുങ്ങളെ? കിട്ടിയല്ലോ. അടുത്ത നോക്കിക്കേ, 5 സെൻറ്റിമീറ്റർ ആണ് ഏറ്റവും വലിയ വശം. പിന്നോ ഇവിടെ ചെറിയ രണ്ട് വശം എന്ന് വെച്ചാൽ 4.5 ആണ്, 3.5 ആണ്. എത്ര 5 5 10 ശിഷ്ടം 1 4 3 7 1 8 ആണ് കിട്ടിയത്. അപ്പോഴും എന്താണ് നമുക്ക് 5നേക്കാൾ കൂടുതൽ 8 കിട്ടി. അപ്പോൾ ഇതും ഒരു ട്രയാങ്കിൾ ആണെന്ന് പറയാം. മനസ്സിലായോ? ഇല്ലെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും എന്താ പറ്റായിരിക്കും. എന്നിട്ട് ഇവിടെയൊക്കെ അതിനെക്കുറിച്ച് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആ ടെസ്റ്റിലൊന്ന് നോക്കണേ. അങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഇപ്പം മനസ്സിലായോ നിങ്ങളെ? ഈ ടെസ്റ്റിൽ തന്നിരിക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ തിയറമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എക്സർസൈസിലോട്ട് കയറാം. നോക്കൂ നിങ്ങളെ, വശങ്ങളുടെ നീളം എണ്ണൽ സംഖ്യകളായ ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ നീളം എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ അല്ല, താഴെ ഇംഗ്ലീഷ് ഉണ്ടോ, എണ്ണൽ സംഖ്യ നാച്ചുറൽ നമ്പർ രണ്ട് വശങ്ങളുടെ നീളം 5 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ ആയാൽ മൂന്നാമത്തെ വശത്തിൻ്റെ നീളം സംഖ്യ ഏതൊക്കെയാണെന്ന് കാണാം. ദ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾസ് ആർ നാച്ചുറൽ നമ്പേഴ്സ് ഇഫ് ദ ലെങ്ത് ഓഫ് ദ ടു സൈഡ്സ് ആർ 5 സെൻറ്റിമീറ്റർ ആൻഡ് 8 സെൻറ്റിമീറ്റർ. വാട്ട് ആർ ദ പോസിബിൾ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്. ഇതൊരു ഇച്ചിരി ഇതായിട്ടുള്ള കണക്കാണ് നിങ്ങളെ. മനസ്സിലാവുന്നവർക്ക് ഇത് എളുപ്പം മനസ്സിലാവുകയും ചെയ്യും, ഇല്ലാത്തവർക്ക് അതിന് ഞാനൊരു എളുപ്പ വഴിയിലാണ് കേട്ടോ. സാധാരണ ടീച്ചർമാരൊന്നും പഠിപ്പിക്കുന്ന ഈ രീതിയിലല്ല. നിങ്ങൾക്കിത് ഞാനൊന്ന് എളുപ്പ വഴി പറയുമോ കേട്ടോ, മനസ്സിലാവുന്നെങ്കിൽ നോക്കേ. ഇവിടെ വശങ്ങളുടെ നീളം എണ്ണൽ സംഖ്യ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? 1 2 3 4 എന്ന് പറയുന്നതാണ് എണ്ണൽ സംഖ്യ, അതറിയാമല്ലോ. അപ്പോൾ ആ എണ്ണൽ സംഖ്യയിൽ എണ്ണൽ സംഖ്യ നമ്മൾ നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ എണ്ണൽ സംഖ്യ തന്നിട്ടുണ്ട്. തന്നിട്ടുണ്ടെന്നല്ല 1 2 3 4 ആണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇനി ലെങ്ത് ഓഫ് ദ ടു സൈഡ് എന്ന് വെച്ചാൽ രണ്ട് വശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ് കുഞ്ഞുങ്ങളെ? 5 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും. അപ്പോൾ ഇത് ഇത്ര ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട് കേട്ടോ. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്ന മൂന്നാമത്തെ വശം, രണ്ട് വശം നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ ഒരു എളുപ്പവഴിയാട്ടോ. ഇത് സത്യം ഇങ്ങനെ അല്ല ചെയ്യുന്ന, പക്ഷെ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാ. നിങ്ങളെ രണ്ട് വശം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. മൂന്നാമത്തെ വശം എന്താ പറഞ്ഞത്? എണ്ണൽ സംഖ്യകളായ ത്രികോണം. എണ്ണൽ സംഖ്യ എന്ന് കേൾക്കുമ്പോഴേ എത്ര മുതലാവും നിങ്ങളെ? 1 2 3 4 എന്ന് പറയുന്ന എണ്ണൽ സംഖ്യ. അപ്പം ഞാൻ മൂന്നാമത്തെ വശം 1 കൊടുത്തു. എണ്ണൽ സംഖ്യകളാണല്ലോ, അപ്പം നമുക്ക് കൊടുക്കാം. 1 കൊടുത്തു. അപ്പം നമ്മുടെ മുമ്പ് പറഞ്ഞ തത്വപ്രകാരം മുമ്പ് ഒരു തീറം പറഞ്ഞല്ലോ, ആ തീറം പ്രകാരം നമ്മൾ എന്താ പഠിച്ചത്? വലിയ സൈഡ് ഏതാണെന്ന് നോക്കുക. ഇവിടെ വലിയ സൈഡ് ഏതാ കുഞ്ഞുങ്ങളെ? 8 അല്ലേ? ആണല്ലോ. ചെറിയ രണ്ട് സൈഡൂടെ കൂട്ടുമ്പോൾ ആ വലിയ സൈഡിനേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ പറഞ്ഞേ. ആണല്ലോ. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ ഏറ്റവും വലുത് എത്ര? 8 ആണ്. ചെറുത് രണ്ടുകൂടെ കൂട്ടിപ്പോൾ എത്രയേ വരുന്നുള്ളൂ? 6 വരുന്നുള്ളൂ. അപ്പം നമുക്ക് എന്താ ഒരു ത്രികോണം വരയ്ക്കാൻ അത് പറ്റത്തില്ല. ഇപ്പോൾ പിടികിട്ടിയോ കുഞ്ഞുങ്ങളെ? മനസ്സിലായോ? ഇനി നോക്കിക്കേ, ഞാൻ 2 ഇട്ട് കൊടുത്തു. മൂന്നാമത്തെ നമുക്ക് 2 വശം തന്നിട്ടുണ്ട്, അതാണ് ഈ 5 വെട്ടും. 2 വശം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മൂന്നാമത്തെ വശം ഞാൻ 2 ഇട്ട് കൊടുത്തു. 2 ഇട്ട് കൊടുത്തപ്പോൾ ഇവിടെ വലിയ വശം ആരാ? 8 ആണ്.
ആണല്ലോ 8 അപ്പം 8 മറ്റേ ചെറിയ 2 വശങ്ങളുടെ കൂട്ടുമ്പോൾ എത്ര കുഞ്ഞുങ്ങളെ 7 അപ്പോഴും എന്താണ് 8നേക്കാൾ കുറവാണ്, അപ്പോഴും പറ്റത്തില്ല. ഇപ്പം പിടികിട്ടിയോ? ഇനി നോക്കിയേ, വലിയ വശം 8 മറ്റേ 2 വശത്തോടെ കൂട്ടുമ്പോഴോ 8 രണ്ടേ ഒരുപോലെ വന്നു, അതും പറ്റത്തില്ല. കാരണം എന്താ ഒരുപോലെ എന്ന് വെച്ചാൽ അതിനേക്കാൾ കൂടുതലായിരിക്കണം എന്നാണ്. അപ്പോൾ അത് സെയിം ആവാനും പറ്റത്തില്ല, അതിനേക്കാൾ കൂടുതലായിരിക്കണം. ഇപ്പം പിടികിട്ടിയോ നിങ്ങളെ? ഇതേ രീതിയിൽ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങളൊന്ന് നോക്കണേ. എന്താ നിങ്ങളെ ഇതേപോലെ ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല, കാരണം നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ എന്താ ഇവിടെ നോക്കിക്കേ, ഇനി വലിയ സംഖ്യ 8 ഇനി ചെറുത് 2 5 4 9 അപ്പം 8നേക്കാൾ കൂടുതലാണ്. അപ്പം എന്താണ് അത് പോസിബിളാണ്, അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം പിടികിട്ടിയോ? ഇനി നോക്കിയേ, വലിയ സംഖ്യ 8 5 5 10 അപ്പം നമുക്ക് എന്താ അത് ചെയ്യാൻ പറ്റും. ഇനി നോക്കിയേ, വലിയ സംഖ്യ 8 ആണല്ലോ, ചെറുത് 2 കൂടെ കൂട്ടിയപ്പോൾ 6 5 11 അപ്പം എന്താ 11 വലുതാണ് അല്ലേ, അപ്പം അത് നമുക്ക് പോസിബിളാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഓക്കെ ആണോ? അടുത്ത നോക്കിയേ, വലിയ സംഖ്യ 8 7 5 കൂടെ കൂട്ടിയുമ്പോൾ എത്രയാണ്? 7 5 7 8 9 10 11 12 കേട്ടോ. അപ്പം 12 എന്ന് പറയുന്നത് എന്താ നിങ്ങളെ? 8നേക്കാൾ കൂടുതലല്ലേ, അപ്പോൾ അതും പോസിബിളാണ്. അടുത്ത നോക്കിയേ, 2 എണ്ണം ഒരേപോലെ വന്നിട്ടുണ്ട്, 2 എണ്ണം ഒരേപോലെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒന്ന് എടുക്കാം, ഒന്നുകിൽ ഈ 8 എടുക്കാം അല്ലെങ്കിൽ ഈ 8 എടുക്കാം കേട്ടോ. അപ്പം എന്താ ഇപ്പം ഈ 8 എടുത്തെന്ന് വെച്ചോ, 8 അല്ലേ. അപ്പം നോക്കിയേ, 8 5 എത്രയാണ്? 13 അല്ലേ. 13 എന്താണ്? നമ്മുടെ 8നേക്കാൾ വലുതല്ലേ, ആണ്. അപ്പം അതും പോസിബിളാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഒരേപോലെ വന്നെന്ന് വിചാരിച്ച് നിർത്തല്ലേ. കാരണം എന്താ, നമ്മുടെ ഈ 8നേക്കാൾ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് വെച്ചാൽ അതിനേക്കാൾ വലുതായിരിക്കണം. അങ്ങനെയാക്കി നോക്കിക്കേ, അടുത്ത ഇതിലേക്ക് ഏറ്റവും വലുതാരാ? 9 അല്ലേ. ചെറിയത് 2 കൂടെ കൂട്ടുക, 8 5 മുമ്പ് നമ്മൾ കൂട്ടിയത് എത്ര? 9 10 11 12 13 അപ്പം ചെറിയ 2 കൂടെ കൂട്ടിയപ്പോൾ 13 വന്നു അല്ലേ. അപ്പോഴും എന്താ 9നേക്കാൾ കൂടുതലാണ്. വല്ല മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഒന്നുകൂടെ ഞാൻ പറയാം. ഇതിലേക്ക് ഏറ്റവും വലുതാരാന്ന് വെച്ചാൽ അതിനെ മനസ്സിലാക്കുക കേട്ടോ. അതാണ് ഒരു സൈഡ്. ഇനി ചെറിയത് 2 കൂടെ കൂട്ടുമ്പോൾ ഈ എടുത്തതിനേക്കാൾ വലുതായിരിക്കണം. ചെറുത് 2 കൂടെ 8 5 13 അല്ലേ. 13ൻ്റെ കൂടെ ഈ 10 എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലാണ് 13, അതും നമുക്ക് പറ്റും. അടുത്ത് നോക്കിക്കേ, 11 ഏറ്റവും വലുത് അല്ലേ. ചെറുത് 2 കൂടെ കൂട്ടിയപ്പോൾ 13, 11നേക്കാൾ കൂടുതലാണ്, പോസിബിളാണ്. അടുത്ത നോക്കിക്കേ, ഏറ്റവും വലുത് 12 ആണല്ലോ. അതെന്താ? ചെറിയ 2 കൂടെ 8 5 കൂടെ കൂട്ടുമ്പോൾ 13 അല്ലേ. അപ്പോൾ 12നേക്കാൾ കൂടുതലാണ്, പോസിബിളാണ്. അടുത്ത് നോക്കൂ, ഏറ്റവും വലുത് 13 അല്ലേ. 8 5 കൂടെ കൂട്ടുമ്പോൾ 13, രണ്ടും ഒരേപോലെ വന്നു. അപ്പം നമുക്ക് എന്താ ഒരേപോലെ വന്നാൽ എന്ന് വെച്ചാൽ ഇവിടെ ഇതും 13 ഇതും 13 അപ്പം എന്താ രണ്ടും ഒരേപോലെ വന്നെങ്കിൽ നമുക്ക് പറ്റത്തില്ല. അപ്പം ഇനി അങ്ങോട്ട് എന്തായിരിക്കും? പറ്റത്തില്ല. ഇപ്പം പിടിയിട്ടോ നിങ്ങളെ? ഇതിനകത്തിൽ പോസിബിളായിട്ട് വന്നത് അപ്പം ഏതൊക്കെയാണ് നിങ്ങളെ? 4 മുതൽ കേട്ടോ. അപ്പം നിങ്ങൾ അങ്ങനെ എഴുതണം, 4 മുതൽ 12 വരെ നമുക്ക് പോസിബിളാണ്. 4 മുതൽ 12 വരെ കേട്ടോ. ഇപ്പോൾ പിടികിട്ടിയോ? അഥവാ പിടികിട്ടില്ലേ, നിങ്ങൾ ഇച്ചിരി കൂടെ ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കേട്ടാൽ മതി കേട്ടോ. കാരണം നമുക്ക് കണക്ക് ഒരുപാട് ചെയ്യാനുണ്ടോ നിങ്ങൾ? ഇതിലെ കണക്കുകളായതുകൊണ്ട് നിങ്ങൾക്ക് ഇച്ചിരി സമയം അധികം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് നമുക്ക് സമയം കിട്ടത്തില്ല. അടുത്ത നോക്കുങ്ങളെ, ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ല കേട്ടോ. വശങ്ങളുടെ നീളം എണ്ണൽ സംഖ്യകളായ ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങളുടെ നീളം 1 സെന്റിമീറ്റർ 99 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഇത് മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ്. എന്താ? 2 സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താ? ഒരു ട്രയാങ്കിൾ ആവും നിങ്ങളെ. അതായത് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് എ ട്രയാങ്കിൾസ് ആർ ഓൾ നാച്ചുറൽ നമ്പറിലാണ് ആൻഡ് 2 ഓഫ് ദ സൈഡ്സ് ആർ 1 സെന്റിമീറ്റർ ആൻഡ് 99 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്? മുമ്പത്തെ അതേപോലെ തന്നെയാണ്. എന്താ? ഒരു ട്രയാങ്കിളിന്റെ എന്താ നിങ്ങളെ 2 സൈഡ് തന്നിട്ടുണ്ട്. ഒന്ന് 1 സെന്റിമീറ്ററും രണ്ടാമത്തെ 99 സെന്റിമീറ്ററുമാണ്. മൂന്നാമത്തെ എത്ര ആണെന്ന് നമുക്ക് അറിയത്തില്ലെന്ന്. അപ്പം നമ്മൾ എന്തോ ചെയ്യണം? ഇവിടെ പറയുന്നത് 1 സെന്റിമീറ്ററും എന്താ നിങ്ങളെ, ഇത് പോട്ടെ, നിങ്ങൾ ഇത് നോക്കിയാൽ മതി. 1 സെന്റിമീറ്ററും എന്താ 99 സെന്റിമീറ്റർ വന്നേ. അപ്പം മൂന്നാമത്തെ വശം എന്തായിരിക്കണം? ഈ 99നേക്കാൾ കൂടുതൽ ഇട്ട് ചെയ്യാം അല്ലേ. എന്താ? കാരണം മൂന്നാമത്തെ വശം 99. അപ്പം നമ്മൾ 100 ഇട്ട് ചെയ്ത് നോക്കിക്കേ. 100 ആകുമ്പോൾ ഏറ്റവും വലിയ വശം ഏതാവും നിങ്ങളെ? ഞാനിവിടെ 100 ഇട്ടെന്ന് വെച്ചു. 100 മനസ്സിലായല്ലോ. ഏറ്റവും വലിയ വശം ഏതാ? 100 ഇട്ട് എന്ന് വെച്ചു. അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര? 100 വരുന്നത്. അപ്പം 100 ഒരേപോലെ വന്നാൽ പറ്റരുത്. കാരണം എന്താ? ഈ 100നേക്കാൾ കൂടുതലായിരിക്കണം. അപ്പം ഇതെന്താ? നോട്ട് പോസിബിൾ ആണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് ഞാനിവിടെ 100 ഇട്ട് കൊടുത്തു. ഇനി എന്തിനാ 100 ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ്? നമുക്ക് 99 സെന്റിമീറ്റർ വരെ
ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ, 99. അപ്പോൾ അതുകൊണ്ട് 100 സെൻറ്റിമീറ്റർ എടുത്തതാണ് കേട്ടോ. 100 ഏറ്റവും വലുത് 100ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ചെറുത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 100 കിട്ടി. അപ്പം ഈ 100നേക്കാൾ കൂടുതലല്ലേ നമുക്ക് വേണ്ടുന്നത്, അപ്പോൾ അതല്ലാത്തതുകൊണ്ട് പോസിബിൾ അല്ല. അടുത്ത് നോക്കിയാൽ ഞാൻ 99 ഇട്ട് കൊടുത്തു, അതിൽ തൊട്ട് താഴെയായ 99 ഇട്ട് കൊടുത്തു. 99 ഇട്ട് കൊടുക്കുമ്പോൾ നോക്കൂ നിങ്ങൾ, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഏതാ 99, ചെറിയ രണ്ടെണ്ണം കൂടെ കൂട്ടുമ്പോൾ 99 1 100 വരുന്നുണ്ട്. അപ്പോൾ എന്താ, ഇതിനേക്കാൾ ഒന്ന് കൂടുതലാണ്, അപ്പോൾ അത് പോസിബിളാണ്. അടുത്ത ഞാൻ 98 ഇട്ട് കൊടുത്തു അല്ലേ. 98 എന്ന് വെച്ചാൽ എന്താ, ഇവിടുത്തെ വലിയ ആളാരാണ്, 99 ആണ്. സംശയം ഉണ്ടാവും നിങ്ങളെ, ഏറ്റവും വലിയത് ഏതാന്ന് വെച്ചാൽ അതെടുക്കുക 99, എന്നിട്ട് ചെറുത് രണ്ടും കൂടി കൂട്ടുക. 98ഉം 1ഉം 99. അതെന്താ, 99നേക്കാൾ കൂടുതലാണോ? അല്ല, 99നെ. അപ്പോൾ അത് നോട്ട് പോസിബിൾ. അങ്ങനെ ആകുമ്പോൾ താപ്പോട്ട് പോകുമ്പോഴും എന്തായിരിക്കും, ചെറുതായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്താ, നോട്ട് പോസിബിൾ. അപ്പോൾ ഇവിടെ ആരാണ് ഞങ്ങളെ 99. നമ്മൾ വാരി വലിച്ചിരുന്ന് പഠിക്കുകയേ വേണ്ട, ഈ ഒരു ഇത്രയും മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഇവിടെ പറ്റുന്നത് 99 മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പിടികിട്ടിയോ, മനസ്സിലായാലും ഒന്നുകൂടെ ഒന്ന് ബാക്കടിച്ച് കേൾക്കണേ നിങ്ങളെ കേട്ടോ. കാരണം നമുക്ക് അല്ലാതുള്ള കണക്കിലോട്ട് കയറണം, അതുകൊണ്ടാണ്. കാരണം ഇന്ന് ഞാനിങ്ങനെ കുറച്ച് ഇച്ചിരിയേ ഇടുന്നുള്ളൊരു കമൻറ്റ് വന്നേ, ആദ്യത്തേതൊക്കെ കുറച്ച് പറയുക പിന്നെ പറയുന്നില്ല എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് ആദ്യത്തെ കുറേ അടിച്ചു വിട്ടതാണ്. ഇപ്പം ഈ ചെയ്ത 3 കണക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത എക്സസൈസ് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങളെ. ചുവടെയുള്ള കൂട്ടങ്ങളിൽ ടെസ്റ്റ് എടുത്ത് വെച്ചേക്കണം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് 3 ലെങ്ത് ക്യാൻ ബി യൂസ്ഡ് ടു ഡ്രോ എ ട്രയാങ്കിൾ. അതായത് ചുവടെയുള്ള കൂട്ടങ്ങളിൽ ത്രികോണം നിർമ്മിക്കാൻ കഴിയുന്ന അളവുകൾ ഏതൊക്കെയാണ്? നമുക്ക് മുമ്പ് പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞേ, ത്രികോണം നിർമ്മിക്കണമെങ്കിൽ എന്തുവാകും ഞങ്ങളെ, ഏറ്റവും വലിയ വശം എടുക്കുക, എന്നിട്ട് ചെറിയ 2 വശവും കൂടി കൂട്ടുക. കൂട്ടുമ്പോൾ നമ്മളായി എടുത്തതിനേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ അതിനെ ത്രികോണമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ, ത്രികോണമായി പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഒരെണ്ണം കൂടെ ഞാൻ പറയാം. നമ്മുടെ എക്സസൈസിലെ ഒന്നാമത്തെ ചോദ്യം 4 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ. എന്താ നിങ്ങളെ, 4 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ. മലയാളം ഇംഗ്ലീഷും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ നമ്മുടെ ജോലി എന്ന് വെച്ചാൽ ഏറ്റവും വലിയ വശം ആരാന്ന് ആദ്യമേ വെക്കുക. കൊച്ചു പിള്ളേരെടുത്ത് ചോദിച്ചാൽ അവർ പറയും നിങ്ങളെ, ഇതിൽ ഏറ്റവും വലിയ വശം ആരാ 10 ആണ്. എത്രയാണ്? 10 ആണ് അല്ലയോ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ചെറിയ 2 വശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ചെറുതാരൊക്കെ ഇവിടുത്തെ 6ഉം 4ഉമാണ്. അത് രണ്ടും കൂടെ കൂട്ടുക. 6ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര ആവും നിങ്ങളെ, 10 വന്നു അല്ലേ? അപ്പം ഈ 10നേക്കാൾ കൂടുതലാണോ? ആണോ? അല്ല. എന്താ, 10 തന്നെ. അപ്പം അതെന്താ, നമുക്കതിനെ ഒരു ട്രയാങ്കിളായിട്ട് പറ്റത്തില്ല കേട്ടോ. ട്രയാങ്കിളായിട്ട് പറ്റുമോ? ഇല്ല. കാരണം എന്താ, ഈ 10നേക്കാൾ കൂടുതലായിരിക്കണം ചെറിയ 2 എണ്ണം കൂടെ കൂട്ടുമ്പോൾ. ഇപ്പം പിടികിട്ടിയോ ഞങ്ങളെ? ഒരുവിധം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പിടികിട്ടിയെന്നല്ലേ. നോക്കൂ നിങ്ങളെ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കിയേ. 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 3 4 5. ഇത് നോക്കിയോ നിങ്ങൾ, ഏറ്റവും വലിയ ആളിനെ പൊക്കി എടുത്തോണ്ട് വരും. ആരാ? 5 ആണ് ഏറ്റവും വലുത് ആണല്ലോ. ഇനി അത് ചെറിയ 2 എണ്ണം കൂടെ കൂട്ടുക. ചെറുത് 2 കൂടെ കൂട്ടുമ്പോൾ എത്ര? 4 + 3 എത്ര നിങ്ങളെ? 7 ആണ്. അപ്പോൾ 5നേക്കാൾ കൂടുതലാണ് ആണല്ലോ. അപ്പോൾ അത് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും കേട്ടോ. പോസിബിളാണ്, നമുക്ക് പറ്റും. പിന്നെ 10 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? 10 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ വലിയ ആളാരാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? 10 സെൻറ്റിമീറ്റർ. ചെറിയ 2 പേരാരാണ്? 5 + 4 ആണ്. 5 4 എത്ര നിങ്ങളെ? 9 ആണ് അല്ലേ? ഈ 9 എന്ന് പറയുന്നത് 10നേക്കാൾ കൂടുതലാണോ? അല്ല. അപ്പോൾ എന്താ, നോട്ട് പോസിബിൾ. ഇത്രയേ ഉള്ളൂ സംഭവം. ഇങ്ങനെയുണ്ട്, കൊള്ളാമോ പഠിപ്പിക്കുന്നത്? ഇതിൽ കുറച്ചൊന്നും ഇതിനെ ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. ടീച്ചറൊക്കെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇതിങ്ങനായിരുന്നു എന്നൊക്കെ. പക്ഷേ ഇതിൻ്റെ എളുപ്പ വഴിയാകും നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നോക്കിക്കേ, നാട്ടെ നല്ല കിടുക്കാച്ചി ഒരു പടം നിങ്ങളുടെ ടെസ്റ്റിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ വരച്ച് പഠിക്കാനാണ് പറയുന്നത് കേട്ടോ. ഇതെന്തോ ചെയ്യാനാ? വരയ്ക്കാൻ. എളുപ്പമാവും നിങ്ങളെ. എങ്ങനെ ചെയ്യണമെന്നറിയോ? ഇത് ഇച്ചിരി സമയം എടുക്കും, എന്നാലും വേണ്ടിയില്ല എൻ്റെ പിള്ളേർക്ക് വേണ്ടി. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കുമല്ലേ? ആദ്യം സ്കെയിൽ എടുക്കുക, അതെടുക്കണമല്ലോ. പിന്നെന്താ എടുക്കുക? ടെസ്റ്റിൽ നോക്കണേ. ആദ്യം നമ്മൾ 4 സെൻറ്റിമീറ്ററുള്ള ഒരു സ്ക്വയർ വരയ്ക്കുക. ഇതിൽ പറ്റുമോ? കാരണം നിങ്ങൾ ഈ പിക്ചർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തോന്നറിയോ, ഈ ബുക്കിൻ്റെ നടുക്ക് വെച്ചായിട്ട് വരയ്ക്കണം. കാരണം മേപ്പോട്ടും താപ്പോട്ടും ഒക്കെ വരയ്ക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നടുക്ക് വെച്ചായിട്ട് വരയ്ക്കണം കേട്ടോ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പ്ലിറ്റ് ചെയ്യാനുണ്ട്. നോക്കൂ നിങ്ങളെ, 4 സെൻറ്റിമീറ്ററുള്ള ഒരു സ്ക്വയർ വരയ്ക്കുക. സ്ക്വയർ വരയ്ക്കാനൊക്കെ അറിയാമല്ലോ. ഇതാ നിങ്ങളെ 4 സെൻറ്റിമീറ്ററുള്ള നോക്കിക്കേ, 0 മുതലാണ് 0 to 4. ഞാനൊരു ഇച്ചിരി സ്പീഡിൽ പോവുക, നമ്മുടെ സമയം ഓടുന്നുണ്ട്. അപ്പോൾ 0 to 4 കറക്റ്റായിട്ട് എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് എൻ്റെ പോയിന്റ് കിട്ടത്തില്ല. ഇനി ഇത് നിങ്ങൾക്ക് നേരെ കേട്ടോ, ഇത് ഓർത്തോടെ. നിങ്ങൾക്ക് നേരെ വെക്കാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ പൊട്രാക്ടർ വെച്ചിട്ട് വരയ്ക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പൊട്രാക്ടർ
കാരണം നേരെ ഈ സ്കെയിൽ ഇങ്ങനെ ചരിഞ്ഞും ചിരിഞ്ഞൊന്നും പോകരുത്, അതിന് വേണ്ടിയാണ് കേട്ടോ. അല്ലെ സെറ്റ് സ്ക്വയർ ഉണ്ടല്ലോ നിങ്ങൾ, സെറ്റ് സ്ക്വയർ വെച്ചിട്ടും വരയ്ക്കാം. ഇതിപ്പം ഞാൻ തൽക്കാലം സ്കെയിൽ വെച്ച് അങ്ങ് വരയ്ക്കും കേട്ടോ. 4 ഇവിടെ എന്ത് ചെയ്യുക, എല്ലാം 4 കേട്ടോ. 4 അഥവാ നിങ്ങൾക്ക് ഇതിനകത്തിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ദാണ്ട് ഇവിടെ 4 വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതറിയാൻ പറ്റും. 0 to 4 ഇപ്പോൾ പിടികിട്ടിയോ നിങ്ങളെ? 0 to 4 മനസ്സിലായോ? 4 എടുത്തല്ലോ. ഇതൊരു സ്ക്വയർ ആണെന്ന് പറയുന്നുണ്ട്. ഇനി നിങ്ങളുടെ ജോലി എന്താണെന്നറിയോ, ഈ സ്കെയിലിൽ 6 സെൻറ്റിമീറ്റർ എടുക്കുക. എത്ര നിങ്ങളെ? 6 എടുക്കുക എന്ന് പറയുമ്പം 0യിൽ തന്നെ വെച്ചിട്ട് വേണം. ഇത് ഞാൻ എല്ലാ ക്ലാസ്സിനും പറയുന്നത്, കാരണം എല്ലാവരും 6 എടുക്കുക എന്ന് പറയുമ്പോൾ എന്തോന്നറിയോ, 1 മുതൽ എടുത്ത് വെക്കും കേട്ടോ. അവിടെ 0 to 6, കാരണം ഇതിൽ എന്തെങ്കിലും ഒരു ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയാൽ നമ്മൾ കൂട്ടി യോജിക്കത്തില്ലയോ, അന്നേരം അത് എവിടെയെങ്കിലും ഒക്കെ ആയി പോകും. അതിനാണ്. അപ്പം നമ്മൾ ഈ 4 കോർണറിലും വെച്ചിട്ട് എന്ത് ചെയ്യണം, വരയ്ക്കണം. നോക്കൂ നിങ്ങളെ, ഫസ്റ്റ് അവിടെ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക കേട്ടോ. എന്നിട്ട് ദാണ്ട് എല്ലാ കോർണറിലും വെച്ചേക്കണം. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. പിന്നെ അതെ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. 4 കോർണറിലും വേണേ, കണ്ടോ. ഇനി ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട്, കാണാൻ പറ്റുന്നുണ്ടോ? അതാ ഞാൻ പറയുന്നത്, ഇച്ചിരി വലിയ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഇനി എന്നിട്ട് ഇവിടെ ഈ കോർണറിൽ വെച്ചിട്ട് ഇങ്ങോട്ട്, പിന്നെ ഈ 4 കോർണറിലും 6 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ കുത്തി ഇങ്ങോട്ട്, കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? 4 വശവും കാണുന്നുണ്ടോ? 1 2 3 4. എന്നിട്ട് നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ 4 നമ്മൾ ഇവിടെ നിന്നൊക്കെ എടുത്തേ, അതുകൊണ്ട് ഇത് നോക്കുമ്പോൾ അറിയാം നമ്മൾ എടുത്ത കറക്റ്റ് ആണോ എന്ന് കേട്ടോ. അതുകൊണ്ട് 0യിൽ വേണം ഇത് ഇവിടെ വെക്കാൻ, 6ലോട്ട് തണ്ടിങ്ങോട്ട്, 6 വേണം ഇവിടെ വരെ വരാൻ, 6 അതുപോലെ തിരിച്ച് ഇങ്ങോട്ടും 6 തന്നെ വേണേ കുഞ്ഞുങ്ങളെ കേട്ടോ. കാരണം തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അത്രയും മെനക്കെട്ടത് വെറുതെ ആയിപ്പോവും. 0 to 6 അതുപോലെ ഇങ്ങോട്ടും അണ്ടേ 6ലോട്ട് തന്നെ വെക്കുക. 6 6 അതുപോലെ മേപ്പോട്ടും വെക്കുക. നിങ്ങളുടെ ആ സ്കെയിൽ പിടിക്കുമ്പോൾ അറിയാം കറക്റ്റ് മെഷർ കേട്ടോ. സ്കെയിൽ നേരെ പിടിച്ച് വരയ്ക്കും. 6 കാണാൻ പറ്റുന്നുണ്ടോ? 6 നമ്മൾ ആ മുമ്പ് ചെയ്ത വേർഡ് പ്രോബ്ലം ഒക്കെ മിക്കവാറും ഉള്ളവർക്കൊക്കെ തെറ്റുന്നുണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. പരീക്ഷയൊക്കെ ഇടുമ്പം മിക്കവാറും അതൊക്കെ തെറ്റിക്കുന്നുണ്ട്. നിങ്ങൾ തെറ്റിക്കല്ലേ കേട്ടോ. ഇതിൽ കൂടുതലൊന്നും ഒരു ടീച്ചർമാരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. ആ രീതിയിലാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങളത് 2-3 വട്ടം കേട്ട് മനസ്സിലാക്കണം. അത് പോട്ടെ, അത് നിങ്ങൾ 2-3 വട്ടം കേട്ട് മനസ്സിലാക്കേണ്ട പ്രോബ്ലം കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇപ്പോൾ 6 സെൻറ്റിമീറ്റർ, ഇത് എത്ര നിങ്ങളെ? 4 ഇത് 4 ഇത് 4 ഇത് 4. ഈ വരകളെല്ലാം കോമ്പസിൽ 6 എടുത്താണ്. 6 കേട്ടോ, 6 ഇതെല്ലാം 6 കേട്ടോ. പിന്നെ നമ്മുടെ ഇതിനെന്താ, ഇതിനങ്ങനെ വശങ്ങളിലൊക്കെ കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ ഇതിനെ ഒരേപോലെ യോജിപ്പിക്കുക എന്നേ പറയുന്നുള്ളൂ. ഒരേപോലെ ഒരേ ഇതിൽ തന്നെ ഇത്രയേ ഉള്ളൂ സംഭവം. കണ്ടോ? ഇതാണ് സംഭവം. ഈ സംഭവത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ ദാണ്ട് ഇവിടെ ഈ പോച്ചയൊക്കെ കിളിച്ചിരിക്കുന്നില്ലയോ, അതെല്ലാം എന്ത് ചെയ്യണം, പറിച്ച് കളയണം. എന്ന് വെച്ചാൽ എന്താ, ഇതെല്ലാം നമ്മൾ എടുത്ത് മെഷർ കഴിഞ്ഞു. അപ്പം എന്താ കുഞ്ഞുങ്ങളെ, റബ്ബർ എറൈസർ ഉപയോഗിച്ചിട്ട് ഫുള്ള് മായ്ച്ച് കളയണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, ക്രയോൺ ഉപയോഗിച്ചിട്ട് നല്ല കളറൊക്കെ അങ്ങോട്ട് കൊടുക്കണം. ഇപ്പോൾ പിടിയിട്ടോ കുഞ്ഞുങ്ങളെ, കളർ എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ മനസ്സിലായല്ലോ, ചെയ്യാമല്ലോ. സമയപരിധി കൊണ്ടാണ് കേട്ടോ. നമുക്കല്ലെങ്കിൽ ഒരുപാട് ലിങ്ക് ഇങ്ങനെ ഇട്ടിട്ട് പോകണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയടിക്ക് ഇതങ്ങ് ചെയ്തത്. അടുത്ത നമ്മുടെ ടെസ്റ്റിലെ അടുത്ത കണക്ക് നോക്കൂ കുഞ്ഞുങ്ങളെ. ഏതാണ്ട് ഇനി ഇതിനി എന്തുവാ അല്ലേ, ഇത് നിങ്ങളുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യനാണ്. ഇതിന് ഞാനൊരു എളുപ്പവഴി പറയാം. എളുപ്പവഴിയല്ല, ഫസ്റ്റിൽ ഞാനിത് ചെയ്യുന്നില്ല, കാരണം ഞാനങ്ങ് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും, അത്രയും സമയമില്ലാക്കും. ആദ്യം എന്താ കുഞ്ഞുങ്ങളെ, 12 സെൻറ്റിമീറ്റർ സ്കെയിൽ എടുക്കുക. താഴെ ഫസ്റ്റിൽ നിങ്ങൾ 12 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. കറക്റ്റ് 12 തന്നെ ആയിരിക്കണം. ആദ്യമേ 12 സെൻറ്റിമീറ്റർ ഞാനിവിടെ എഴുതി വെക്കാം, പേന വെച്ച് വരയ്ക്കാം. 12 സെൻറ്റിമീറ്റർ ആദ്യമേ നിങ്ങൾ നീളം കൊടുക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ, ഇങ്ങോട്ട് മേപ്പോട്ട് 8 സെൻറ്റിമീറ്റർ. എങ്ങനെയായിരിക്കും ഈ മേപ്പോട്ട് 8 സെൻറ്റിമീറ്റർ? ഇവിടെ എത്ര സെൻറ്റിമീറ്റർ? 10 സെൻറ്റിമീറ്ററും കൊടുക്കുന്നത്. എങ്ങനെയായിരിക്കും നിങ്ങളെ?
ചിലവരൊക്കെ അന്നേരം പിറുവിറുത്ത് കാണുമല്ലേ. എന്താ നമ്മൾ കോമ്പസ് എടുത്തിട്ട് എന്താ ഇതിനകത്തിൽ 0 മുതൽ 10 വരെ എടുക്കുക കേട്ടോ. 8, ഇങ്ങോട്ട് 8 കേട്ടോ. നിങ്ങളോട് പടം കണ്ട് വരയ്ക്കാനാണ് പറഞ്ഞത്, അല്ലാതെ കാണാതല്ല. അപ്പോൾ 8 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ഇവിടുന്ന് എന്താ ഈ സൈഡിൽ നിന്നും 8 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടൊരു ആർക്ക് കൊടുക്കുക. ഇങ്ങോട്ടാണ് 6 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ നിന്നും 8 സെൻറ്റിമീറ്റർ. ഇവിടെ നിന്നും 8 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വരയ്ക്കുക. ഇനി ഇവിടെ നിന്നോ 10 സെൻറ്റിമീറ്റർ ആണ്. എത്ര? കോമ്പസിൽ എടുത്തിട്ട് 10 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പം നമ്മൾക്ക് ഇവിടെ എന്താ ഒരു ആർക്ക് ഉണ്ടാവും കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചതും ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചതുമായ ഒരു ആർക്ക്. എന്നിട്ട് അതിനെ രണ്ടിനെയും കൂടെ ജോയിൻ ചെയ്യുക. ഫസ്റ്റ് നിങ്ങളുടെ ജോലി കഴിഞ്ഞു. അപ്പം നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ വരയ്ക്കണേ കുഞ്ഞുങ്ങളെ, കാരണം അത്രയും സമയം നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറഞ്ഞാൽ കേട്ടോ. എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ആ മേളത്തെ ടോപ്പിൽ കൊണ്ടുവന്നിട്ട് ഈ 12ൻ്റെ നേർ പകുതി, ഹാഫ് 12ൻ്റെ പകുതി എത്ര? 6 സെൻറ്റിമീറ്റർ നീളത്തിൽ അതിൻ്റെ മുകളിൽ അതിൻ്റെ ആ തലയുടെ മണ്ടയ്ക്ക് കയറ്റി എന്ത് ചെയ്യുക, 6 സെൻറ്റിമീറ്റർ നീളത്തിലൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഈ 8ൻ്റെ പകുതി, ഇവിടെ 8 അല്ലേ എടുത്തത്, ആ 8ൻ്റെ പകുതി ഇവിടെ കൊടുക്കുക, 4 സെൻറ്റിമീറ്റർ. 8ൻ്റെ പകുതി 4 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ഇവിടെ 10ൻ്റെ പകുതി 5 സെൻറ്റിമീറ്റർ വരയ്ക്കാൻ അറിയാലോ. കോമ്പസിലാണ്, കോമ്പസ് വെച്ചിട്ട് 4, ഇവിടെ 5. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ആദ്യം 12 എടുക്കുക, ഇവിടെ 8 എടുക്കുക, 10 എടുക്കുക. ഈ 12ൻ്റെ പകുതിയായ 6 എടുക്കുക, 8ൻ്റെ പകുതിയായ 4 എടുക്കുക, 10ൻ്റെ പകുതിയായ 5 എടുക്കുക. ഇപ്പോൾ മനസ്സിലായോ? ഇനി ഈ 6ൻ്റെ പകുതിയായ 3നെ അതിൻ്റെ തലയിൽ കൊണ്ടുവെക്കുക. 6ൻ്റെ പകുതിയായ 3നെ അതിൻ്റെ ടോപ്പിൽ കൊണ്ടുവന്ന് 3 സെൻറ്റിമീറ്റർ വരയ്ക്കുക. 4ൻ്റെ പകുതി 2 എടുക്കുക, 5ൻ്റെ പകുതി 2.5 എടുക്കുക. എല്ലാത്തിൻ്റെയും പകുതി വെച്ച് മേപ്പോട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? എന്നിട്ട് ഇതിൻ്റെ എല്ലാം വെർട്ടക്സിൽ എന്ന് വെച്ചാൽ ഈ മൂലയുണ്ടല്ലോ കേട്ടോ, അതിൽ കൊണ്ടുവന്ന് മേപ്പോട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. 2 സൈഡും യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പിക്ചർ കേട്ടോ. 31 മിനിറ്റ് ആയോ നിങ്ങളെ? അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ മനസ്സിലായെന്ന് പറയണേ നിങ്ങളെ. എന്നിട്ട് നമുക്ക് ഇനി നമ്മൾ ആംഗിളുകളെ കുറിച്ചുണ്ട്. അത് നിങ്ങളുടെ കമൻറ്റിൻ്റെ അനുസരിച്ചിരിക്കും ഞാനിനി ആംഗിളുകൾ പഠിപ്പിക്കണോ വേണ്ട എന്നുള്ളത് കേട്ടോ. നല്ലപോലെ മനസ്സിലായെന്നുണ്ടെങ്കിൽ നല്ലപോലെ കമൻറ്റിക്ക് പോരട്ടെ കേട്ടോ. കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ ബാക്കി ഇടുന്നത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേരാ കുഞ്ഞുങ്ങളെ. ഒരു നഷ്ടവും ഇല്ലല്ലോ നമുക്ക്. ആ വിരൽ വെച്ച് ഒന്ന് കുത്തിയാൽ പോരാ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ചെയ്തോ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ പോരട്ടെ കേട്ടോ. എന്നിട്ട് ഇനി ഞാൻ ബാക്കി ഈ കണ്ട അത്രയും പേര് ഇതിട്ടതിന് ശേഷമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, ബാക്കി നോട്ട് ഇടുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു നിങ്ങളെ, താങ്ക് യു.